എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നൊരു ഓഫുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഓഫിൻ്റെ ദിവസം എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രാവിലെ നിങ്ങൾ ഉച്ച സമയമൊന്നുമല്ല, ഇത് വെളുപ്പിനെ 1 മണി കഴിഞ്ഞ സമയത്താണ് ഈ കാഴ്ച കാണുന്നത്. ഇരുന്ന് ചെസ്സ് കളിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളെയും നാത്തൂനൊക്കെ അവർ ഷാർജയിലാണുള്ളത്. ഞങ്ങൾ UAE റാസൽ ഖൈമയാണ്. അപ്പോൾ അവർ ഷാർജയിൽ താമസിക്കുന്നത്. അവർ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ രാത്രിയിലാണ് വന്നത്. അപ്പം മോനും മോളും ഒക്കെ അവരെയാണെങ്കിൽ നോക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പം വൈകുന്നേരം തന്നെ ഞങ്ങൾ കിടക്കുന്നതിന് മുന്നേ മീനും ചിക്കനും പിന്നെ അതുപോലെ തന്നെ ഫ്രോസൺ കപ്പയും അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനെല്ലാം ഓക്കെ ആയി. നല്ല നമുക്കതിൻ്റെ കറി വെക്കാനൊക്കെ പാകത്തിനായി കിട്ടും. അപ്പം ഒരു ഡപ്പ ഞാൻ കാണിച്ച് കണ്ടില്ലേ, അതാണെങ്കിൽ ഈ നമുക്ക് ചായയുടെ പൊടിയും അതുപോലെ മുട്ടയുടെ തോടും പിന്നെ വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ആണെങ്കിൽ ഇട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതാണ്. ഇത് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി. ഞാൻ എൻ്റെ മക്കളോടൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുമ്പം തന്നെ പകുതി ആശ്വാസം. ചില സമയത്താണെങ്കിൽ ഇങ്ങനെ വിരിച്ച് ഇടാതെ കണ്ടാൽ തന്നെ ആണെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് ഫസ്റ്റ് അത് വിരിച്ചിടാൻ. ചില സമയമല്ല, മിക്ക സമയം നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ആ കിച്ചണിൽ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് രാവിലെ ദോശയായിരുന്നു. അപ്പോൾ ദോശയാണെങ്കിൽ ചുട്ടു വെക്കുന്ന ഒപ്പം തന്നെ ചായക്ക് പാലൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശയും പിന്നെ കടലക്കറി ആണെങ്കിൽ ഓൾറെഡി ആണെങ്കിൽ റെഡിയാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ദോശ ആണെങ്കിൽ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് മക്കൾ പിന്നെ ആണെങ്കിൽ അന്ന് ഓഫുള്ള ദിവസം കൂടെ ആയതുകൊണ്ട് അവർക്ക് സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ വേണം അവരെ വിളിക്കാൻ. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ പോയൊക്കെ അവരെ വിളിച്ച് പിന്നെ എണ്ണിപ്പിച്ചോളും. ആ സമയത്ത് തന്നെ ആണെങ്കിൽ ചോറിനുള്ള അരിയാണെങ്കിൽ കുക്കറി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുക്കറിലാണ് ചോറാണെങ്കിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സെയിം ടൈമിൽ തന്നെ അതങ്ങ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം തന്നെ അങ്ങ് ശരിയാവും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ ആണെങ്കിൽ മീനാണെങ്കിൽ ഓൾറെഡി എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറിയോടെ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻകറിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പിലയും ചെറുള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്ന നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞതല്ലോ. അപ്പോൾ അതൊക്കെ അതെങ്കിൽ ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇവിടെ മീൻ കറിക്കകത്തിടുന്നത്. തേങ്ങ അരച്ച മീൻ കറിയല്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുടംപുളി ഇട്ട് നമുക്ക് മീനോട് ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴത്തേനും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും, നമുക്ക് സമയമാണെങ്കിൽ ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ തലേന്ന് ഞങ്ങൾ നമ്മുടെ ഏത്തയ്ക്ക മീൻകറി നേരത്തെ ആണെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ കടലക്കറിയും ദോശയും കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ ഫ്രോസൺ കപ്പ. ഇതാണ് ഫ്രോസൻ്റെ ആണെങ്കിൽ കപ്പ. അപ്പം ശരിക്കും എനിക്ക് മേടിച്ചതിൽ എനിക്ക് കുഴപ്പമില്ല, നഷ്ടമില്ലാതെ പിന്നെ അതുപോലെ തന്നെ നല്ലതായിട്ട് തോന്നിയത് ഈ ഫ്രോസൺ ഇങ്ങനെ കപ്പ മേടിച്ചപ്പോഴാണ്. കാരണം നമ്മൾ അല്ലാതെ സാധാ കപ്പ ഫ്രഷായിട്ട് മേടിക്കുമ്പോൾ അപ്പോൾ ഒരു കപ്പ എടുത്തെന്ന് പറഞ്ഞാൽ അതിൽ പകുതി മുക്കാലും അഴുക്കായിരിക്കും. ചിലപ്പം ഫുൾ അഴുക്കായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ കറപ്പൊക്കെ വീണിട്ട് നമ്മളിതിൻ്റെ തോല് പൊളിച്ച് കളഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ പകുതിയും അഴുക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ മേടിക്കുവാണെങ്കിൽ അത് ഫ്രഷായിട്ട് നമുക്ക് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് വേവിച്ചൊക്കെ കിട്ടുമ്പോൾ എനിക്കിങ്ങനെ കപ്പ ഇങ്ങനെ വേവിച്ച് കിട്ടുമ്പോൾ നല്ല കുഴഞ്ഞിരിക്കുന്ന കപ്പ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ഇഷ്ടമല്ല. വീട്ടിലാണെങ്കിൽ മമ്മിയും പപ്പായൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കിങ്ങനെ കുഴഞ്ഞ് ഒത്തിരി കിട്ടുന്ന കപ്പ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ കപ്പയും വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ എടുത്ത് കപ്പ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോരുകറി കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. മോരുകറിയുടെ ആണെങ്കിൽ റെസിപ്പി എളുപ്പത്തിൽ ഞാൻ റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പമാണ്. നമ്മൾ മുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കായപ്പൊടി പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി എല്ലാം കൊണ്ട് ഇട്ടിട്ട് നമുക്ക് ജീരകം
എല്ലാം ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം ആണെങ്കിൽ നമ്മൾ ചെറുള്ളിയോ അല്ലെങ്കിൽ സവാള ഇട്ടാലും മതി കേട്ടോ, ചെറുള്ളി ഇല്ലെങ്കിൽ. അങ്ങനെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളാണെങ്കിൽ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പച്ചമോര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് അതൊന്ന് ചെറിയ ചൂടായിട്ട് നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കളറില്ലാന്ന് തോന്നും, പക്ഷേ ചൂടൊക്കെ ആയിക്കഴിഞ്ഞ് വരുമ്പോഴത്തേന് നല്ല മഞ്ഞ കളറിൽ നല്ല മോരുകറി, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മോരുകറി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ മോന് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കറിയാണ് മോരുകറി. മാത്രം മതി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, മോര് മാത്രം മതി അവന് ചോറുണ്ണാൻ. അവന് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ മോക്കാണെങ്കിൽ പരിപ്പ് കറി. അപ്പോൾ ഇവിടെ മോര് വെക്കുവാണെങ്കിൽ പരിപ്പ് കറി വെച്ചിരിക്കണം, അങ്ങനെയാണ്. പിന്നെ ഇന്നത്തെ ദിവസം പിന്നെ കപ്പയും അതുപോലെ തന്നെ പിന്നെ ചിക്കനും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് അവർക്ക് കുഴപ്പമില്ല. ചിക്കനാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെച്ചിരുന്നത് ചോറിൻ്റെ കൂടെ എടുക്കാനല്ല കേട്ടോ, അത് ഞാൻ പിന്നീട് പറയാവേ. അപ്പോൾ കപ്പയ്ക്ക് നമ്മൾ അരപ്പരച്ചിരുന്നത് തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഒരു വെളുത്തുള്ളി ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, അതും കൊണ്ടിട്ട് നന്നായിട്ട് ഈ തേങ്ങ നന്നായിട്ടാണെങ്കിൽ അരച്ചെടുത്ത്. കാരണം ഇവിടെ മോളാണെങ്കിൽ തേങ്ങ കഴിക്കുന്നതിന് ഭയങ്കര മടിയാണ്. തേങ്ങയുടെ ആ ഒരു ചുവ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവളത് കഴിക്കത്തില്ല. അപ്പം ഞാൻ എപ്പോഴും തോരനുണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ തേങ്ങ ഇട്ട എന്തെങ്കിലും കൂട്ടാനൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കും. അപ്പം നമ്മൾ അവിയലൊക്കെ കഴിക്കാൻ ഇച്ചിരി പാടാണ് അവൾക്ക്. പക്ഷെ എന്നാലും ചില സമയമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അരച്ചങ്ങോട്ട് എടുക്കുവാണെങ്കിൽ അവൾക്കത് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടാണ് ഞാൻ എപ്പോഴും തേങ്ങ യൂസ് ചെയ്യാറ്. ഇതാണെങ്കിൽ പായസം വെക്കാൻ വേണ്ടി കുറച്ച് കുത്തരിയാണ് ഞാൻ എടുത്തത് കേട്ടോ. കുത്തരിയാണെങ്കിൽ എടുത്ത് പിന്നെ നമ്മൾ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ശർക്കരയാണെങ്കിൽ ഒന്ന് അതെന്തെങ്കിൽ കട്ടയാണല്ലോ, അതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ ഒരു അബദ്ധം പറ്റിയത് ഞാൻ കുത്തരിയാണ് ഇട്ടത്. അതിന് പകരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരിയായിരുന്നു ഇട്ടത്. പക്ഷേ റെഡിയാക്കി വന്നപ്പം നല്ല പായസമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കുന്ന ഒരു സാധനം നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് മറ്റുള്ളവരത് കഴിച്ച് നല്ലതാണെന്ന് പറയുമ്പോഴും മറ്റുള്ളവർ അത് കഴിച്ച് കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അത് കഴിച്ച് എല്ലാവരും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻകറിയും കപ്പയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചത് കേട്ടോ നിങ്ങൾ. പക്ഷേ അപ്പോഴത്തേനും ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അരി ഇവിടെ തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ശരിക്കും ഞാൻ ചെയ്യുന്ന നേരത്തെ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ അരി ഇട്ടിട്ട് പച്ചരിയാണെങ്കിൽ പച്ചരി, കുത്തരിയാണെങ്കിൽ കുത്തരി, നന്നായിട്ടാണെങ്കിൽ അതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 6 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് വേവ് മാറിയിരിക്കും കേട്ടോ. അപ്പം ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ റെഡിയാക്കിയിട്ട് ഇത് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. പക്ഷേ മോമോസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി കുരുമുളകും പിന്നെ ഇട്ടിട്ടാണെങ്കിൽ ചിക്കൻ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ അരി വെന്ത് കഴിഞ്ഞ് അതിലോട്ട് ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വെള്ള കളറിലിരിക്കുന്ന ശർക്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ച ശർക്കരയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതിന് കളറില്ലായിരുന്നു. അപ്പം ആ ശർക്കരയും അത് ഒഴിച്ചിട്ടാണെങ്കിൽ അതൊന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പശുവും പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്, നമ്മൾ തേങ്ങാപ്പാലല്ല കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ല, തേങ്ങാപ്പാലില്ല എങ്കിൽ നമുക്ക് പശുവും പാലായാലും ഒഴിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ചെറിയ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് തേങ്ങാക്കൊത്ത് മാത്രമാണ് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് അതുപോലെ ആണെങ്കിൽ കാഷ്യൂനട്ടോ ഒക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ മോക്കാണെങ്കിൽ ഇഷ്ടമല്ല കിസ്മിസൊക്കെ ഇടുന്നത്. അപ്പം കാഷ്യൂനട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ഞാൻ പക്ഷേ എന്തെങ്കിലും തേങ്ങ മാത്രമാണ് ഇട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ പായസമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ ചോറും കപ്പയും പിന്നെ നല്ല മീൻകറിയും മോരുകറിയൊക്കെ ആയിട്ട്
എല്ലാവരും കഴിച്ചു. മോമോസ് തന്നെ ഉണ്ടാക്കി ഞാനങ്ങനെ കാണിച്ചിട്ടില്ല. ഇതാണ് ഞങ്ങൾ മോമോസൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏബൽ ഏതോ ഒരു കാർട്ടൂൺ കണ്ടിട്ട് പറഞ്ഞ് റെഡിയാക്കിപ്പിച്ചതാണ് എന്നെയും കൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.